പകയുടെ തീജ്വാലകളെരിയുന്ന അഗ്നി നേത്രങ്ങളുമായിട്ട് അവളിങ്ങനെ കാത്തിരിക്കുകയാണ്. എല്ലാവരെയും അടിച്ചൊതുക്കാനും കത്തിയെരിക്കാനും വേണ്ടിയിട്ട് അമ്മാതിരി പകയും കൊണ്ട് അവളിങ്ങനെ കാത്തിരിക്കുകയാണ്. ആരാണെന്നൊക്കെ നിങ്ങൾക്കറിയണ്ടേ? അതേക്കുറിച്ച് പറയാനായിട്ടാണെങ്കിലുണ്ടല്ലോ, എനിക്കാണെങ്കിൽ ഒത്തിരി ആകാംക്ഷയുമുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. വീഡിയോ കണ്ടിട്ട് അവസാനം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നാൽ നിങ്ങൾ മറന്നുപോകും, പറയാൻ ഞാനും മറന്നുപോകും. അതുമാത്രമല്ല, ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മടിക്കുന്നുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് ആദ്യമേ തന്നെ ലൈക്ക് ചെയ്തിട്ടിരിക്കും. അവസാനം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നാൽ നിങ്ങൾ മറന്നുപോകും, അത് ഓർമ്മിപ്പിക്കാൻ ഞാനും മറന്നുപോകും. അപ്പോൾ എന്താ, നമുക്ക് നേരെ നമ്മുടെ റിവ്യൂ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗീതു ഇങ്ങനെ നടന്നു വരികയാണ്. ഗീതു ഇങ്ങനെ വരുമ്പോൾ ഓപ്പോസിറ്റ് നമ്മുടെ രാധികാമ്മ വരികയാണ്. രാധികാമ്മ വന്നിട്ട് നമ്മുടെ ഗീതുവിനോട് പറയുകയാണ്, നീ ചെറിയ ചെറിയ സന്തോഷങ്ങളിലൊക്കെ ഉണ്ടല്ലോ വിജയിക്കുമ്പോൾ ആ സന്തോഷത്തെ തല്ലിക്കെടുത്താനായിട്ട് വലിയ വലിയ പരാജയങ്ങൾ നിന്നെ തേടി വരും എന്നിങ്ങനെ പറയുകയാണ്. ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഗീതു ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. ഇവരിത് എന്തിനാണ് പറയുന്നതെന്ന് നമ്മുടെ ഗീതുവിന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതിനുശേഷം വിജയലക്ഷ്മി ഇങ്ങനെ ഒന്ന് ഓങ്ങി വച്ചതിന് ശേഷം പോവുകയാണ്. വിജയലക്ഷ്മി അല്ല, നമ്മുടെ രാധികാമ്മ ഓങ്ങി വച്ചതിന് ശേഷം ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഗീതു ഇങ്ങനെ ആലോചിക്കണേ, ഇവരെന്താ ഇങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ രേഖ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ രേഖയോട് ചോദിക്കുകയാണ്, എന്താ രേഖേച്ചി രാധികാമ്മ ഇങ്ങനെ പറഞ്ഞത്? എനിക്ക് എന്ത് സന്തോഷമാണ് ഇതിന് വേണ്ടിയിട്ടുണ്ടായിരിക്കുന്നത്? എന്ത് വിജയമാണ് ഞാനിപ്പോൾ നേടിയത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രേഖ പറയുകയാണ്, എൻ്റെ ഗീതു, നീ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞാണ് രാധികാമ്മ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇനിയിപ്പോൾ എന്തായാലും നീയായിട്ടത് തിരുത്താനായിട്ട് നിൽക്കേണ്ട കേട്ടോ, അങ്ങനെ തന്നെ വിചാരിക്കട്ടെ എന്നിങ്ങനെ രേഖ പറയുകയാണ്. ഗീതു ഇങ്ങനെ ആയിപ്പോവുകയാണ് അത് കേൾക്കുമ്പോഴത്തേക്ക്. അതിനുശേഷം ഗീതു പറയണം, അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, എന്തായാലും രേഖേച്ചി ഹാപ്പി അല്ലേ എന്നിങ്ങനെ ചോദിക്കണം. വരുണേട്ടൻ എങ്ങനെയുണ്ട് എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ രേഖ പറയണം, ഞാൻ ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഹാപ്പി ആണെന്നും പറയാം അല്ലെന്നും പറയാം. അതെന്താ രേഖേച്ചി അങ്ങനെ? ആണെന്നും അല്ലെന്നും ഒരു വാക്ക്, അതെന്താ അങ്ങനെ എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ രേഖ പറയണം, അല്ല ഗീതു മോളെ, വരുണേട്ടൻ്റെ ഈ സ്നേഹപ്രകടനമൊക്കെ കാണുമ്പോഴുണ്ടല്ലോ, അങ്ങനെ അങ്ങ് വരുണേട്ടനെ കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും പറ്റില്ല. ഇന്നലെ വരെ എന്നോട് വിരോധവും വെച്ചിട്ട് സുവർണയുടെ പിന്നാലെ നടന്ന ആളാണ്. പെട്ടെന്നൊരു ദിവസം വന്നിട്ട് എൻ്റെ അടുത്ത് എല്ലാം പൊറുക്കണം, എന്നോട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാനാണ്? എന്തായാലും എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഗോവിന്ദേട്ടൻ എന്തോ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വരുണേട്ടന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പണ്ടത്തെ പോലെ വരുണേട്ടൻ പറയുന്നതൊന്നും കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും ഞാൻ നിൽക്കില്ല. എന്തായാലും ഇപ്പം ഞാൻ നിങ്ങളെയാ ഫോളോ ചെയ്യുന്നത് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഗീത ചോദിക്കുന്നു, നമ്മളെ എങ്ങനെ ഫോളോ ചെയ്യാനാണ് രേഖേച്ചി? അതെ, ഞാൻ നിന്നിൽ നിന്ന് പഠിച്ചതാണെല്ലാം. കാര്യം, ഒരാളെ നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ അവരുമായിട്ട് അടുക്കാവുള്ളൂ എന്നുള്ളൊരു തത്വം. എന്തായാലും ഞാൻ എന്തായാലും വരുണേട്ടനെ നന്നായിട്ടൊന്ന് പഠിക്കട്ടെ ആദ്യം. പുള്ളിക്കാരൻ്റെ മനസ്സിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ടെന്നൊക്കെ അറിയട്ടെ. അതിന് ശേഷം മാത്രമേ ഞാൻ അങ്ങേരെ എന്നെ ടച്ച് ചെയ്യാൻ സമ്മതിക്കൂ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ രേഖ. അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗീതു ഇങ്ങനെ നമ്മുടെ രേഖയെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. അതിനുശേഷം പറയാണ്, രേഖേച്ചി ഇപ്പോൾ നല്ല മാറ്റമുണ്ട് രേഖേച്ചിക്ക്, ചേച്ചി ഒരുപാട് മാറിയിട്ടുണ്ട്. ഇത് തന്നെയാണ് വേണ്ടത്, അല്ലാതെ പണ്ടത്തെ കണക്ക് ചുമ്മാ കരഞ്ഞും വിളിച്ചും അവിടെയും പോയിരിക്കുന്ന അത് വേണ്ട. ഇങ്ങനത്തെ രേഖേച്ചിയെ കാണാനാണ് എനിക്കിഷ്ടം എന്നിങ്ങനെ നമ്മുടെ ഗീതു പറയുകയാണ്. അത് കേൾക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ രേഖയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ്. രേഖ പറയാണ്, അതേ ഗീതു, ഞാനും ഇനി തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും കരഞ്ഞു വിളിച്ച് നടന്ന് എൻ്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. എന്തിനേയും തൻ്റെ ഇടത്തോടു കൂടി നേരിടണമെന്ന് ഞാൻ നിന്നെ കണ്ട് പഠിച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതേസമയം ഉണ്ടല്ലോ നമ്മുടെ ഗോവിന്ദനെയാണ് കാണിക്കുന്നത്. ഗോവിന്ദ് റൂമിൽ പുള്ളിക്കാരൻ ഇങ്ങനെ കണ്ണാടിയിലൊക്കെ നോക്കിയിട്ടിങ്ങനെ കണ്ടുപിടിച്ച് ഗഹനമായിട്ടിങ്ങനെ നര പൊട്ടിച്ച് ഇങ്ങനെ നോക്കുകയാണ്. അയ്യോ നര ഇങ്ങനെ പറത്തിയിടുകയാണ്. അതിനുശേഷം പുള്ളി പറയുകയാണ്, എൻ്റെ ഈശ്വര, ഞാൻ എങ്ങനെയെങ്കിലും ചെറുപ്പക്കാരനാവണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ഈ നര ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഗീതു അങ്ങോട്ടേക്ക് വരുന്നത്. ഗീതു നോക്കുമ്പോഴത്തേക്ക് ഗോവിന്ദ് കണ്ണാടിയുടെ മുന്നിൽ ഇങ്ങനെ ഗോഷ്ടിയൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവാതെ ഗീതു അങ്ങോട്ട് വരികയാണ്. അതിനുശേഷം ഗീതു ചോദിക്കുകയാണ്, എന്താ കണ്ണേട്ടനവിടെ എന്താ കാണിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഒന്നുമില്ല ഗീതു, ഞാനൊന്നും കാണിച്ചില്ല. അങ്ങനെയാണെങ്കിലുണ്ടല്ലോ, കണ്ണേട്ടൻ എൻ്റെ കൂടെ നാളെ ഒരു സ്ഥലത്തേക്ക് വരണം. നാളെയോ? നിൻ്റെ കൂടെ? എവിടേക്ക് വരുന്ന കാര്യമാണ് നീ പറയുന്നത്? അതോ? അത് രഞ്ജുവിൻ്റെ അസുഖത്തെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോക്ടറുമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ ഡോക്ടർ നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്.
ആ ഡോക്ടറെന്ന് വെച്ചാൽ ആ ഡോക്ടറെന്ന് വെച്ചാൽ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ഡോക്ടറാണ്. നിനക്കെങ്ങനെ ആ ഡോക്ടറുമായിട്ട് പരിചയം? അത് ഓൺലൈനിലൊക്കെ ഓൺലൈൻ വഴി ഞാൻ ബന്ധപ്പെട്ടതാണ് ഡോക്ടറെക്കുറിച്ച് ഒരുപാട് പരസ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഫോൺ നമ്പർ തപ്പിയെടുത്തിട്ട് ഞാൻ ഡോക്ടറുമായിട്ട് സംസാരിച്ചാണ്. ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കര കഴിവൊക്കെയുള്ള ഡോക്ടറാണ്. എത്ര പഴകിയ അസുഖങ്ങളും ചികിത്സിച്ച് റെഡിയാക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലുള്ള ഒരു ഡോക്ടറാണ് എന്നിങ്ങനെ ഗീതു പറയണം. അപ്പോൾ ഗോവിന്ദ് പറയണം, അതുകൊണ്ട് പ്രയോജനം വല്ലതും ഉണ്ടാവുമോ ഗീതു? അവൾക്ക് വേണ്ടിയിട്ട് എത്ര രൂപ കളയാനും എത്ര കോടികൾ ചിലവായാലും എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ അത് ഒരു പ്രശ്നമില്ല, എനിക്ക് ആ പൈസയൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ സക്സസ് ആവോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗീത് പറയണം, ഒരു പ്രശ്നമില്ല കണ്ണേട്ടാ, ഞാൻ ഈ പറയും പോലെ ഞാനാണെങ്കിൽ നമ്മുടെ രഞ്ജുവിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടറെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചികിത്സിച്ചാൽ ഭേദമാക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ സ്റ്റെം സെൽ മാറ്റി വെക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴുടനെ ഗോവിന്ദ് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഗോവിന്ദ് ചോദിക്കുകയാണ്, അങ്ങനെ ചെയ്താൽ ശരിയാവോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതേ കണ്ണേട്ടാ, സ്റ്റെം സെല്ല് മാറ്റി വെക്കണമെന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും പക്ഷേ രക്തബന്ധം ഉള്ളവരുടേതേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഉടനെ ഇട്ട് പിടിക്കാൻ നോക്കുവാണ് ഗീതു പറയണം, വിജയലക്ഷ്മി അമ്മ സ്റ്റെം സെല്ല് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ വിജയലക്ഷ്മി അമ്മയുടേത് എടുക്കുന്ന കാര്യത്തിൽ അവർക്ക് ഒരുപാട് ഏജ്ഡ് ആണ്. അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾക്ക് അവരുടെ കാര്യത്തിൽ ഡൗട്ടാണ്. പിന്നെ ആരുടെ സ്റ്റെം സെല്ലാണ് മാച്ച് ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഗീത് പറയണം, എന്തായാലും രഞ്ജുവിനൊരു കൂടപ്പുറപ്പില്ല, അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് നോക്കായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ഗോവിന്ദിന് ലഡ്ഡു പൊട്ടയാണ്. എനിക്ക് കൊടുക്കാമല്ലോ എന്നുള്ള ചിന്ത വരെയാണ് മനസ്സിൽ. അപ്പോൾ ഗോവിന്ദ് ചിന്തിക്കുകയാണ്, എൻ്റെത് കൊടുക്കാമെന്ന് പറയാം, പക്ഷേ ഇവളെ ഒഴിവാക്കിയാലല്ലേ പറ്റൂ. അപ്പോൾ രഞ്ജുവിന് എൻ്റെ സ്റ്റെം സെല്ല് കൊടുക്കുകയാണെങ്കിൽ ഇവളറിയില്ലേ ഞാൻ രഞ്ജുവിൻ്റെ കൂടപ്പിറപ്പാണെന്നുള്ള കാര്യം ഇവളറിയില്ലേ? എങ്ങനെയെങ്കിലും ഈ ഒരു സംഭവത്തിൽ നിന്ന് എങ്ങനെയാണ് ഗീതുവിനെ ഒന്ന് ഒഴിവാക്കുക? ഗീതുവിനെ ഒഴിവാക്കിയിട്ട് രഞ്ജുവിനെയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു നോക്കാം എന്നിങ്ങനെ ഗോവിന്ദ് വിചാരിക്കുകയാണ്. അതിനുശേഷം ഗോവിന്ദ് ഗീതുവിനോട് പറയണം, ഒരു കാര്യം ചെയ്യ്, നാളെ ഓഫീസിൽ നല്ല തിരക്കുള്ള ദിവസമാണ്. ഓഫീസിൽ ചില അർജൻറ്റ് മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നാളെ AGM-ൽ നീ പൊയ്ക്കോളണം, രഞ്ജുവിനെയും കൊണ്ട് ഞാൻ പൊയ്ക്കോളാം എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗീത പറയണം, അതൊന്നും ശരിയാവില്ല, കണ്ണേൻ്റെ ആ ഡോക്ടറെ അറിയില്ലല്ലോ, ഞാനല്ലേ ആ ഡോക്ടറുമായിട്ട് സംസാരിച്ചതും എല്ലാം റെഡിയാക്കിയതും, അപ്പോൾ ഞാൻ ചെന്നാലേ പറ്റുള്ളൂ, കണ്ണേട്ടൻ ഓഫീസിൽ പൊയ്ക്കോ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗോവിന്ദ് പറയണം, അത് വേണ്ട, ഞാൻ പൊയ്ക്കോളാം. അങ്ങനെ അവർ തമ്മിൽ തർക്കിക്കുകയാണ്. തർക്കത്തിനൊടുവിൽ ഗോവിന്ദ് സമ്മതിക്കുകയാണ്, രഞ്ജുവിനെ ഗോവിന്ദ് കൊണ്ടുപോകാം, ഒപ്പം ഗീത് ചെന്നാലും കുഴപ്പമില്ല എന്ന് സമ്മതിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് സമ്മതിച്ചതിന് ശേഷം ഗീത് പറയണം, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, വിജയലക്ഷ്മി അമ്മയെ വിളിച്ചിട്ട് കാര്യം പറയാമെന്ന് പറയണം. അപ്പോൾ ഗോവിന്ദ് ചോദിക്കണം, അവരെ വിളിച്ചിട്ട് പറയേണ്ട കാര്യം എന്താ? അതെങ്ങനെ കണ്ണേട്ടാ, രഞ്ജുവിൻ്റെ അമ്മയല്ലേ വിജയലക്ഷ്മി അമ്മ, അപ്പോൾ അവരറിയണ്ടേ ഈ കാര്യങ്ങളൊക്കെ? അപ്പോൾ ഗോവിന്ദ് പറയണം, അവരറിയണ്ട, അവർ ഒപ്പം വരുന്നത് എനിക്കിഷ്ടമല്ല എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗീത് പറയണം, ദേ കണ്ണേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഈ പറയുന്ന വിജയലക്ഷ്മി അമ്മ എനിക്ക് അമ്മയ്ക്ക് തുല്യമാണ്, എൻ്റെ സ്വന്തം അമ്മയായിട്ടാണ് ഞാൻ അവരെ കാണുന്നത്. അപ്പോൾ എൻ്റെ അമ്മ കണ്ണേട്ടൻ്റെ അമ്മായിയമ്മയല്ലേ, അപ്പോൾ കണ്ണേട്ടൻ സ്വന്തം അമ്മായിയമ്മയായിട്ട് കണ്ടിട്ട് അവർ കൂടെ വരട്ടെ എന്ന് കരുതണം എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗോവിന്ദ് വല്ലാണ്ടാവാണ്, കാരണം ഗോവിന്ദിൻ്റെ അമ്മയെ അമ്മായിയമ്മയായിട്ട് എങ്ങനെ കാണാൻ പറ്റും? അങ്ങനെയൊക്കെ പറയുകയാണ് നമ്മുടെ ഗീതു. അങ്ങനെ ഒടുവിൽ ഗീതുവിൻ്റെ സമ്മതത്തിന് വഴങ്ങിയിട്ട് ഗോവിന്ദ് സമ്മതിക്കുകയാണ് വിജയലക്ഷ്മി കൂടെ ചെല്ലുന്നതിന് കുഴപ്പമില്ല എന്ന്. അങ്ങനെ നമ്മുടെ വിജയലക്ഷ്മി അപ്പം തന്നെ നമ്മുടെ ഗീതു ഫോൺ വിളിച്ച് അറിയിക്കുകയാണ്, ഇതുപോലെ അറിയിക്കുകയാണ്. നമ്മുടെ ഗീതു പറയുകയാണ്, ഫോൺ വിളിക്കുകയാണ്, നമ്മുടെ വിജയലക്ഷ്മി ചെന്നിട്ട് ഫോൺ എടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഗീതു പറയുകയാണ്, അമ്മയ്ക്ക് നാളെ ഒരു യാത്രയുണ്ട്, നമുക്ക് ഒരുമിച്ചൊരു സ്ഥലം വരെ പോകണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ വിജയലക്ഷ്മി പറഞ്ഞാൽ, അയ്യോ പറ്റില്ല മോളെ, നാളെ ഒരിടത്തും വരാൻ പറ്റില്ല, എനിക്ക് അർജൻറ്റായിട്ട് മറ്റൊരു സ്ഥലത്ത് പോവേണ്ടതായിട്ടുണ്ട്, ഒരു അപ്പോയിൻമെൻറ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, എനിക്ക് അർജൻറ്റായിട്ടൊരു സ്ഥലത്ത് പോകണം എന്നിങ്ങനെ പറയുകയാണ്. ഒരുപാട് ട്രൈ ചെയ്തിട്ട് കിട്ടിയൊരു അപ്പോയിൻമെൻറ്റാണ്, അതുകൊണ്ട് എനിക്ക് ആ സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ ഉടനെ അത് ഏത് സ്ഥലം എന്താണെന്നൊന്നും ചോദിക്കുന്നില്ല നമ്മുടെ ഗീതു പറയണം, അതൊന്നും പറ്റില്ല, എന്ത് അർജൻറ്റാണെങ്കിലും അത് മാറ്റി വെച്ചേ പറ്റൂ, കാരണം രഞ്ജുവിനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടാണ് പോകാനായിട്ട് പോകുന്നത്. ആ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് സ്റ്റെം സെല്ല് മാറ്റി വയ്ക്കുന്നതോടുകൂടി രഞ്ജുവിനെ റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്, അപ്പോൾ ഡോക്ടറെ കാണാൻ പോകണം എന്ന് പറയണം.
അപ്പോൾ വിജയലക്ഷ്മി പറയണം അത് പറ്റില്ല മോളെ, എന്തായാലും നാളെ ഒരു ദിവസം പറ്റില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗീത് പറയാണ് ഈ ഡോക്ടറോട് തിരിച്ച് പറയാൻ പറ്റില്ല, കാരണം വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഡോക്ടർ കൈയേക്കില്ല. അതാ ഡോക്ടറുടെ സ്വഭാവം. ഡോക്ടറാണെങ്കിൽ ആകെ മുൻചാട്യവും ഇത്തിരി വൈരാഗ്യമൊക്കെ ഉള്ള കൂട്ടത്തിലാണ്, മുൻചുണ്ടിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് നമുക്ക് ഡോക്ടർ പറയുന്നത് കേട്ടേ പറ്റൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഗീത് പറയണം ഒരു കാര്യം ചെയ്യും, അമ്മയ്ക്ക് എത്ര മണിക്കാണ് ഈ പറയുന്നത് പോലെ മീറ്റിംഗ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ വിജയലക്ഷ്മി പറയാണ് എനിക്കൊരു 12 മണിയാകുമ്പോഴാണ് എനിക്കുള്ള മീറ്റിംഗ് വെച്ചിരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോയിൻമെൻറ്റ് വെച്ചിരിക്കുന്നത് 12 മണിക്കാണെന്ന് പറയുന്നത്. അപ്പോൾ ഗീതു പറയണം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് 2 മണിക്ക് ശേഷം പോയാൽ മതി, അപ്പോൾ 2 പേരുടെ കാര്യങ്ങളും നടക്കുമല്ലോ. അങ്ങനെ നമ്മുടെ വിജയലക്ഷ്മി ഉറപ്പ് പറയുകയാണ്. അതിനുശേഷം നമ്മുടെ വിജയലക്ഷ്മി നേരെ വിളിക്കുകയാണ്, നമ്മുടെ അപ്പോയിൻമെൻ്റ് എടുത്ത് വെച്ചിരിക്കുന്ന സ്ഥലത്ത് വിളിച്ചിട്ട് പറയുകയാണ് നാളെ 12 മണിക്കൊന്ന് ആക്കണമെന്ന് പറയണം, അപ്പോയിൻമെൻറ്റ് 12 മണിക്ക് ഒന്ന് ആക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അതിന് ഉറപ്പ് കൊടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ പിറ്റേന്ന് നമ്മുടെ വിജയലക്ഷ്മി പോവുകയാണ്. നോക്കുമ്പോഴത്തേക്ക് ഒരു ജയിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു ജയിലാണ് കാണിക്കുന്നത്. അതിൻ്റെ മുന്നിലേക്ക് വിജയലക്ഷ്മി പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ഗീതുവിൻ്റെ കോള് വരികയാണ്. ഗീത ചോദിക്കുകയാണ് അമ്മേത്തരയ്ക്ക് 2 മണിയാകുമ്പോൾ അമ്മ എങ്ങോട്ട് വരും, നമ്മൾ ചെമ്പാശ്ശേരിയിലേക്ക് വരണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വിജയലക്ഷ്മി പറയുന്നു വേണ്ട മോളെ, സെൻട്രൽ ജയിലിൻ്റെ ആ ഭാഗത്തുള്ള എൻജോയ് ജംഗ്ഷനിൽ വന്നാൽ മതി, അവിടെ ഞാൻ നിൽക്കാം എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗീത ചോദിക്കുകയാണ് എൻജോയ് ജംഗ്ഷനിൽ അമ്മ നിൽക്കാനോ, അപ്പോൾ അത് സെൻട്രൽ ജയിലിൻ്റെ ഭാഗത്തല്ലേ, അപ്പോൾ അമ്മ അപ്പോയിൻമെൻ്റ് എടുത്ത് വെച്ചിരിക്കുന്നത് ജയിൽ പുള്ളികളെ ആരെങ്കിലും കാണാനാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ വിജയലക്ഷ്മി ഞെട്ടിപ്പോവാണ്. അപ്പോൾ വിജയലക്ഷ്മി പറയണം അയ്യോ അല്ല മോളെ, ഞാനെന്തിന് ജയിൽ പുള്ളികളെ കാണുന്നത്, അതിൻ്റെ അപ്പുറത്ത് 2-3 സ്റ്റോപ്പ് അപ്പുറത്താണ് എനിക്കൊരു അപ്പോയിൻമെൻറ്റിനായിട്ട് പോവേണ്ടത്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ വരാനായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ, അല്ലെങ്കിൽ വേണ്ട എൻജോയ് ജംഗ്ഷനിൽ നീ വരണ്ട, അത് കഴിഞ്ഞിട്ടുള്ള 2 സ്റ്റോപ്പിന് അപ്പുറത്തെ ജംഗ്ഷനിൽ വന്നാൽ മതി എന്ന് പറയുന്നത്. അങ്ങനെ ഗീതു ഉറപ്പ് കൊടുക്കുകയാണ് ചെല്ലാന്നുള്ളത്. അവിടെ വരുന്നും അവർ തമ്മിൽ അങ്ങനെ ഒരു ധാരണയിലെത്തുകയാണ്. അതിനുശേഷം നമ്മുടെ വിജയലക്ഷ്മി നേരെ ജയിലിലല്ല അതിനുള്ളിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു പോലീസ് സൂപ്രണ്ട് വരികയാണ്. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുകയാണ്, വനിതാ സൂപ്രണ്ട്. അപ്പോൾ അവർ നമ്മുടെ വിജയലക്ഷ്മിയെ കാണുമ്പോൾ പറയുകയാണ് മാഡം വരുമെന്ന് പറഞ്ഞതുകൊണ്ടേ മാഡത്തിന് തിരക്കിയിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ പ്രതികളെയൊക്കെ നമ്മൾ വിസിറ്റേഴ്സ് റൂമിൽ വെച്ചിട്ടാണ് കാണിക്കുന്നത് ആളുകളെ, പക്ഷേ ഇപ്പോൾ മാഡത്തിന് വേണ്ടിയിട്ടായതുകൊണ്ടാണ് ജയിലിൻ്റെ മുന്നിൽ കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചത് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം പറയുകയാണ് ശരിക്കും പറഞ്ഞാലുണ്ടല്ലേ അവർക്ക് നമ്മൾ ആർക്കും അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നതല്ല, പക്ഷേ മാഡത്തിൻ്റെ വകയായിട്ട് എല്ലാ വർഷവും ഇവിടെ മാഡം കച്ചേരി നടത്താറുണ്ടല്ലോ ഫ്രീ ആയിട്ട്, ആ ഒരു അടുപ്പം വെച്ചിട്ട് സ്നേഹം വെച്ചിട്ടാണ് മാഡത്തിന് അപ്പോയിൻമെൻറ്റ് തന്നത് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ വിജയലക്ഷ്മിയെ കൂട്ടിയിട്ട് ഒരു സെല്ലിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുകയാണ്. അപ്പോൾ എന്നിട്ട് നമ്മുടെ സൂപ്രണ്ട് പറയുകയാണ് ഈ പറയുന്ന കക്ഷി, ഈ അനാർക്കലി എന്നാണ് പേര് പറയുന്നത്, ഈ പറയുന്ന അനാർക്കലി ആണെങ്കിൽ മഹാതരികടയും മഹാകുഴപ്പക്കാരിയാണ്. അങ്ങനെ വേറൊരു കണ്ണൂരിലുള്ള ഒരു ജയിലിലായിരുന്നു അവരുണ്ടായിരുന്നത്. പക്ഷേ അവിടെ മൊത്തം പ്രശ്നമായിരുന്നു, എന്നും പ്രശ്നങ്ങൾ കാരണം പിന്നീടാണ് അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്നിങ്ങനെ പറയുകയാണ്. പക്ഷേ ഇവരെ നേരത്തെ തുറന്ന സെല്ലിലായിരുന്നു ഇട്ടിരുന്നത്, പക്ഷേ അവിടെ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കാരണം ഇപ്പോൾ ഇവരെ ഈ ഒരൊറ്റ സെല്ലിൽ ഇവരെയും പിന്നെ അതിനൊപ്പം ഒരു തടവുകാരിയും മാത്രമാണ് ഇട്ടിരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ വിജയലക്ഷ്മി സെല്ലിൻ്റെ മുന്നിലേക്ക് ചെന്നിട്ട് നമ്മുടെ പുള്ളിക്കാരത്തി കാണാനായിട്ട് ഉദ്ദേശിച്ച് വന്ന അനാർക്കലി എന്ന് പറയുന്ന സാധനമാണെങ്കിൽ അവിടെ ചരിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ സൂപ്രണ്ട് നമ്മുടെ വാർഡൻ വന്നിട്ട് പറയുകയാണ് അനാർക്കലി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. പക്ഷേ അനാർക്കലി മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ തന്നെ നമ്മുടെ സൂപ്രണ്ട് പറയുകയാണ്, വനിതാ സൂപ്രണ്ട് പറയുകയാണ് അനാർക്കലിക്ക് ഒരു വിസിറ്റേഴ്സ് ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ അനാർക്കലി അവിടെ ആ പൊസിഷനിൽ കിടന്നിട്ട് തന്നെ പറയുകയാണ് എനിക്ക് ആരെയും കാണണ്ട, എനിക്ക് ആരെയും കാണണ്ട, വന്നവരോട് മര്യാദയ്ക്ക് പോകാൻ പറ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ മാഡം പറയുകയാണ് അതെ നിൻ്റെ ഈ തരികിടത്തരങ്ങളൊക്കെ നിൻ്റെ കയ്യിൽ വെച്ചിരുന്നാൽ മതി, മര്യാദയ്ക്ക് ഇങ്ങോട്ട് തിരിയടി
എണീച്ച് വാടി, അല്ലെങ്കിലുണ്ടല്ലോ നിന്നെ ഞാൻ ശരിപ്പെടുത്തും, നിന്നെ ചട്ടം പഠിപ്പിക്കാനേ എനിക്ക് നന്നായിട്ട് അറിയാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പം നമ്മുടെ വിജയലക്ഷ്മി പറയണം, അയ്യോ വേണ്ട, അടിപിടിയും വഴക്കും ഒന്നും വേണ്ട, ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊരു കുറിപ്പ് എഴുതി നിങ്ങളുടെ കയ്യിൽ തരാം, നിങ്ങളത് സൗകര്യം പോലെ അനാർക്കലിക്ക് കൊടുത്താൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അതിനുശേഷം വിജയലക്ഷ്മി അനാർക്കലിയോട് ഉറക്കെ വിളിച്ച് പറയണം, അനാർക്കലി, നിനക്ക് എന്നെ കാണാൻ താല്പര്യമില്ലെങ്കിൽ നീ കാണണ്ട, പക്ഷേ നിനക്ക് വായിക്കാനായിട്ട് ഞാനൊരു കുറിപ്പ് എഴുതി ഞാൻ ഇവരുടെ കയ്യിൽ കൊടുത്തേക്കും, അത് മേടിച്ച് നീ വായിക്കണം, അത് വായിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്നോടുള്ള എല്ലാ പിണക്കവും മാറും, അതെനിക്ക് ഉറപ്പാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ അനാർക്കലി പറയാണ്, എനിക്ക് നിങ്ങളുടെ ഒരു കുറിപ്പും കാണണ്ട, പൊയ്ക്കോളണം, എനിക്ക് നിങ്ങളുമായിട്ടുള്ള ഒരു ഏർപ്പാടും വേണ്ട. അനാർക്കലിക്ക് അറിയാം കാര്യങ്ങളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. എൻ്റെ മുന്നിൽ നിന്ന് പോ എന്നും പറഞ്ഞിട്ട് അനാർക്കലി തിരിഞ്ഞ് തന്നെ കിടക്കുകയാണ്. അങ്ങനെ നമ്മുടെ വിജയലക്ഷ്മി ഇങ്ങനെ ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ സൂപ്രണ്ട് പറയണേ, നിർത്തടി, എന്താടി നിനക്ക് ഇത്ര അഹങ്കാരം, ഈ നിൽക്കുന്നതേ സാധാരണ വ്യക്തിയൊന്നും അല്ല, എന്താ പറയുന്ന കർണാട്ടിക് സംഗീതജ്ഞ വിജയലക്ഷ്മി സുബ്രഹ്മണ്യമാണ് എന്നിങ്ങനെ പറയുകയാണ്. നമ്മുടെ അനാർക്കലിക്ക് പ്രാന്തളവുകയാണ് അത് കേൾക്കുമ്പോഴത്തേക്ക്. അങ്ങനെ അപ്പോഴത്തേക്ക് നമ്മുടെ വിജയലക്ഷ്മി പറയുകയാണ്, വേണ്ട, ഇനി അവരെ വിളിച്ച് ശല്യപ്പെടുത്തണ്ട, ഞാൻ പോവുകയാണ്, ഞാൻ ലെറ്റർ എഴുതി തരാം, അവർക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. വിജയലക്ഷ്മി പോയി കഴിയുമ്പോഴത്തേക്ക് സഹതടവുകാരി ചോദിക്കുകയാണ്, അനാർക്കലി മാഡം എന്താ അവർ വിളിച്ചിട്ട് ചെല്ലാത്തത് എന്നിങ്ങനെ ചോദിക്കുകയാണ്, അവരോട് സംസാരിക്കാൻ ചെല്ലാഞ്ഞത് എന്താണ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അനാർക്കലി എഴുന്നേൽക്കുകയാണ്, ചാടിപ്പറിച്ച് എഴുന്നേറ്റ് തിരിഞ്ഞിരിക്കുകയാണ്. അനാർക്കലിയുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു രാക്ഷസീയമായ ഭാവങ്ങൾ, ഒരു രൗദ്രഭാവം മുഴുവനും ആവാഹിച്ചിങ്ങനെ കണ്ണുകളിലേക്ക് വെച്ചിരിക്കുകയാണ് നമ്മുടെ അനാർക്കലിയുടേത്. അങ്ങനെ നമ്മുടെ അനാർക്കലിയുടെ കണ്ണൊക്കെ കണ്ട പേടിയാവും, അമ്മാതിരി നമ്മുടെ അനാർക്കലി നിൽക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, അനാർക്കലി പറയാണ്, പകയുടെ തീജ്വാലകളുമായി ഞാൻ ഈ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങളേറെ കഴിഞ്ഞു, ഇനി ഒരെണ്ണത്തിനെയും ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുകയാണ്. അതിനുശേഷം സഹതടവുകാരിയോട് നമ്മുടെ അനാർക്കലി പറയുകയാണ്, ഞാൻ ഇനി ഇവിടെ നിന്നും ഇറങ്ങാൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ ഇങ്ങനെ കിടന്ന തലേണയുടെ അടിയിൽ നിന്ന് നമ്മുടെ അനാർക്കലി വലിച്ചെടുക്കുകയാണ്. ആ ഫോട്ടോയ്ക്കകത്ത് ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ ആരാണ് ഫോട്ടോയ്ക്കകത്ത് നമ്മുടെ ഗോവിന്ദിൻ്റെ അച്ഛൻ മാധവൻ, അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ വിജയലക്ഷ്മി, അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ആരാണ് നമ്മുടെ ഈ പറയുന്ന അനാർക്കലി, അതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ രാധികാമ്മ, ചെറുപ്പത്തിലുള്ള ഫോട്ടോയാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇവരെല്ലാവരും കൂടി നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോയാണ്. എന്നിട്ട് ആ ഫോട്ടോയിൽ നോക്കിയിട്ടാണ് ഇവരെയൊക്കെ എന്ത് വേണമെന്ന് എനിക്കറിയാം, അറയ്ക്കൽ കുടുംബത്തിലുള്ള എല്ലാവരെയും ഉന്മൂലനം ചെയ്തിട്ടേ ഞാൻ അടങ്ങൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനാർക്കലി രൗദ്രഭാവം പൂണ്ട് ഭയാനകമായ നോട്ടങ്ങളോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ അനാർക്കലിയെ കാണിച്ച് നമ്മുടെ എപ്പിസോഡ് തീർന്നില്ല, മറന്നുപോയി. അപ്പോൾ തന്നെ നമ്മുടെ വിജയലക്ഷ്മി സുബ്രഹ്മണ്യം എഴുതിയ കുറിപ്പും കൊണ്ടുവരികയാണ്. കുറിപ്പും കൊണ്ടുവന്നിട്ട് ആ കുറിപ്പ് നമ്മുടെ അനാർക്കലിയുടെ കയ്യിൽ നമ്മുടെ സൂപ്രണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ കുറിപ്പ് ഇങ്ങനെ വാങ്ങിച്ചിട്ട് ആദ്യം മേടിക്കാൻ അറയ്ക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് സൂപ്രണ്ട് പറയണം, മര്യാദയ്ക്ക് വേടിയിലടി, അല്ലെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കും, നിന്നെ ചട്ടം പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ അനാർക്കലി ആ കുറിപ്പ് വാങ്ങിക്കുന്നുണ്ട്. വാങ്ങിച്ചിട്ട് അവരുടെ മുന്നിൽ വെച്ച് വലിച്ച് നുള്ളി കീറി ചുരുട്ടി കൂട്ടി മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ എറിയുമ്പോഴത്തേക്കും നമ്മുടെ സൂപ്രണ്ടിനൊന്നും മിണ്ടാൻ വയ്യ. സൂപ്രണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പകയുടെ തീജ്വാലകളേറിയ കണ്ണുകളൊക്കെ അപ്പോഴാണ് വരുന്നത്. എന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുകയാണ്. ഒരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല, എല്ലാ എണ്ണത്തിനെയും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ, അറയ്ക്കൽ കുടുംബം തന്നെ ഞാൻ ഉന്മൂലനം ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രാക്ഷസീയമായ ഭാവങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ അനാർക്കലി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. ഇത് 19-ാം തീയതിയിലെ എപ്പിസോഡാണ്. 19-ാം തീയതിയിലെ ഗീതാ ഗോവിന്ദം സീരിയലിൻ്റെ എപ്പിസോഡാണ്. ഇവിടെ കറണ്ടിൻ്റെയൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് അന്നത്തെ ദിവസം എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതെനിക്ക് 20-ാം തീയതിയിലെയും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം മഴയും പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ പോസ്റ്റിൻ്റെ കുറേ പ്രശ്നങ്ങളും പണികളും അറ്റകുറ്റങ്ങളൊക്കെ ആയിട്ട് എന്തായാലും അങ്ങനെ എനിക്ക് കറണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇത് 19-ാം തീയതിയിലെ എപ്പിസോഡാണ്. ഇത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണുക. അപ്പോൾ എന്തായാലും ആദ്യം നിങ്ങൾ കാണുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക. പിന്നീട് നിങ്ങൾ ലൈക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് മറന്നു പോകും.
പിന്നീട് അതുപോലെ തന്നെ നിങ്ങൾ കമൻ്റ് ഇടുക. ആരും കമൻ്റ് ഇടുന്നില്ല, ഇതൊന്നും തോന്നുന്നു. ആരും കമൻ്റ് ഇടുന്നില്ല, എല്ലാവരും കമൻ്റ് ഇടുക. അത് മാത്രമല്ല, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്താണ്, ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് പ്രൊമോ വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരാം. 20-ാം തീയതിയിലെ ഗീതാഗോവിന്ദം സീരിയലിൻ്റെ എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരുന്നു. അതുവരെ എല്ലാവർക്കും ബൈ.